വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ? ഉത്തരം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം ബാല്യകാലസഖി. ബഷീറിൻ്റെ ഏത് കഥയാണ് ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായത്? ഉത്തരം നീലവെളിച്ചം. മതിലുകൾ എന്ന സിനിമയിലെ നായകൻ ആര്? ഉത്തരം മമ്മൂട്ടി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയാണ് ചിത്രത്തിൽ. ഇവരുടെ പേരെന്ത്? ഉത്തരം ഫാബി ബഷീർ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ പ്രശസ്തമായ കൃതി ഏത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ എഴുതിയ ഏക നാടകം? ഉത്തരം കഥാബീജം. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പേരെന്ത്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇലയും കായുമാണ് ചിത്രത്തിൽ. ഏതാണ് ഈ മരം? ഉത്തരം മാംഗോസ്റ്റീൻ. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം. ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ഏതാകുന്നു? ഉത്തരം പ്രേമലേഖനം. താഴെ പറയുന്നവയിൽ ബഷീറിൻ്റേതല്ലാത്ത രചന ഏത്? പാത്തുമ്മയുടെ ആട്, ജന്മദിനം, മാമ്പഴം, എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു. ഉത്തരം മാമ്പഴം. ഒന്നും ഒന്നും ഇമ്മിണി വല്യൊന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ഉത്തരം ബാല്യകാലസഖി. ബേപ്പൂർ സുൽത്താന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാകുന്നു? ഉത്തരം സോജ രാജകുമാരി. ബഷീർ അന്തരിച്ച വർഷം ഏതാണ്? ഉത്തരം 1994. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? ഉത്തരം പ്രേംപാറ്റ. ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം ബഷീറിൻ്റെ എടിയെ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കഥ ഏത്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ.